അങ്ങനെ ഡോറയുടെ പ്രയാണം ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങൾ സ്ഥിരം വരുന്ന പോലെ ശാസ്താംകോട്ടയിൽ നിന്ന് ട്രെയിനിലാണ്. ഞങ്ങൾ രാവിലെ 4 മണിക്ക് എണീറ്റാണ്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ കുറച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻറ്റി അവിടെ കുറച്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കുറച്ച് ആൻറ്റിയെ സഹായിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 4 മണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ അശ്വതിയും കൊണ്ട് പകുതിയായി. അപ്പോൾ ഇനി കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച ഇടയ്ക്ക് ഞാൻ വന്നതാണ്. നമുക്ക് ഇങ്ങോട്ട് പോകാം, അശ്വതി ഒന്ന് കാണിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇഡ്ഡലി ഹേ ഓക്കെ. രാവിലത്തെ തിരക്ക് നമ്മുടെ ഒന്നും അടുക്കിയൊന്നും വെക്കാൻ പറ്റിയില്ല. ഇനി പോകാൻ നേരത്തെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ. നമ്മളെന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇഡ്ഡലി, കുറച്ച് മുളക് ചമ്മന്തി, പിന്നെ ചട്നി, കോക്കനട്ട് ചട്നി ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ ശകലമായിട്ട് അരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുളക് പൊടിയും അതൊന്നും മിക്സ് ചെയ്തില്ല, ചേച്ചിയായിട്ട് അരച്ചിട്ടിരിക്കുക. എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുക. പിന്നെ ഇറങ്ങാൻ പോവാം. പിള്ളേരെ വിളിച്ചുകൊണ്ടിരണം, പെട്ടെന്ന് ഇറങ്ങണം. ഇപ്പം ചമ്മന്തി കളറൊക്കെ വന്നില്ലേ? യെസ്. ഓക്കെ, ബാ 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 ബാ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഒരുങ്ങി നിൽപ്പുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് ബസ് കയറാൻ വേണ്ടി പോവാണ്. ബസ് റോഡിൽ കിടപ്പുണ്ട്. എപ്പോഴാണ് പിടിച്ച് ഒരുങ്ങിയപ്പോഴത്തേക്ക് ഇച്ചിരി മേക്കപ്പൊക്കെ കൂടിയിരിക്കുക. നേരെ വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ആൻറ്റിയുടെ വീടാണ്, ഞങ്ങളുടെ വീടിനടുത്താണ്. അപ്പോൾ രാവിലെ തന്നെ കൊച്ചച്ഛനും കുഞ്ഞമ്മയും കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ രാവിലെ 3 മണിക്ക് ബസ്സിൽ കയറി 5:15 ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. മക്കളെ ചാടല്ലേ, റോഡ് ചാടല്ലേ. അവിടെ ചാടല്ലേ. വരൂ കപ്പ അതുകൊണ്ടുണ്ട്, എല്ലാം ഉണ്ട്. ഏത് അല്ലാതെ വേറെ നമ്മളെ ഓക്കെ. ഞങ്ങൾ 20 പേരാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 24 സീറ്റിൻ്റെ വണ്ടി തന്നെ ബുക്ക് ചെയ്ത് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് 24 സീറ്റൊക്കെ ഫ്രീ ആയിട്ട് കിടക്കേണ്ടത്. പക്ഷേ അതിലും കൂടുതൽ സീറ്റ് ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. പിള്ളേരെല്ലാം അങ്ങ് ഫ്രണ്ട് സീറ്റിലായിരുന്നു കേട്ടോ, ഡ്രൈവറുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലം ബാക്കിലുണ്ടായിരുന്നു. ഞങ്ങളിനി ആദ്യം പോകുന്നത് ഞങ്ങളുടെ വല്യച്ഛൻ്റെ വീട്ടിലോട്ടാണ്. വല്യച്ഛൻ്റെ വീട്ടിൽ വല്യച്ഛൻ ഒരു റോഡിലോട്ട് ഇറങ്ങി നിൽക്കും. കരമനയാണ് വല്യച്ഛൻ്റെ വീട്. വല്യച്ഛനെ പിക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യനാടുള്ള ആൻറ്റിയുടെ വീട്ടിലോട്ടും പോകണം, അവരെയും പിക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ രാവിലത്തെ 2 ജോലി. എനിക്ക് വയ്യ. എവിടെ പിള്ളേർ എത്തിച്ചമ്മ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കുറച്ചേ വോയിസ് ഓവർ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ഒരു ടൂർ പോകുമ്പോഴതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി. മാത്രമല്ല അങ്ങനെയുള്ള വീഡിയോസ് കൂടെ ഒന്ന് എടുത്ത് നോക്കാം എന്നിങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ വോയിസ് ഓവർ ചെയ്ത് എൻ്റെ വോയിസിൽ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയ്ക്കൊരു പൂർണ്ണത വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി കേൾക്കുന്നതിൽ കൂടുതൽ വോയിസ് ഓവർ ഉണ്ടാവില്ല, വീഡിയോസ് മാത്രമായിരിക്കും.
പോകുന്നു ഗൈസ്. നമ്മളിവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അച്ഛൻ്റെ കുടുംബമാണ്. പിന്നെ ഇത് അതുപോലെ ഇടും കേട്ടോ, എഡിറ്റ് ചെയ്യില്ല. ഇപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ല, പോകണം. ഇപ്പൊ ഒന്നും ഇപ്പൊ വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ മുട്ടായി ഒന്നും ഇല്ല. എവിടെ മുട്ടായി? അങ്ങനെ നമ്മളിപ്പോൾ എവിടെ എത്തിച്ചേക്ക കൊല്ല്? ഏത് കൊല്ലത്ത്? കുളത്തൂപ്പുഴ ശ്രീധർമ്മ ശാസ്താക്ഷര കുളത്തൂപ്പുഴ. ടൂറെന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും കൂടുതലും അമ്പലത്തിലാണ് പോയത്. നമ്മുടെ കൂടെ വരുന്നവരെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അവർക്കെല്ലാം അമ്പലങ്ങളിൽ പോകാനായിരുന്നു കൂടുതൽ താല്പര്യം കേട്ടോ. എന്തായാലും കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലും വന്നു, തൊഴുതു, വഴിപാടുകളൊക്കെ നടത്തി. ഇവിടെ മീനൂട്ട് വഴിപാടാണ് ഏറ്റവും പ്രധാനം. അവിടെ വലിയ മീനൊക്കെ ഉണ്ട്. മീൻ അതിനകത്ത് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പിൽ ഇറങ്ങി അതേ കാണാം. അവിടെ ഇഷാന്, കനി എല്ലാവരും ഉണ്ട്. മക്കളെ എടുക്കാതെ അവളെ. കനി കളിക്കല്ലേ? നമുക്ക് വലിയ മീനുണ്ടോ? വലിയ മീന് മനസ്സിലായി. വലിയ മീനുണ്ടല്ലേ. എന്നുണ്ട് കൈയും കാലൊന്നും ഉണ്ട്. കണ്ടോ? ആ മക്കൾ അവിടെ വാങ്ങിച്ചറിയണം. കഴിക്ക്, എല്ലാവരും നല്ലതായിട്ട് കഴിക്കണം കേട്ടോ. പാപ്പൂന് ഇട്ടില്ല എന്ത് കൊടുത്തില്ലേ? സാമ്പാർ കൊള്ളാം. സാമ്പാർ വേണോ? പക്ഷേ എനിക്ക് ഒരു പ്ലേറ്റ് വേണേ. നിങ്ങൾ കണ്ടിട്ടെടുത്തില്ലല്ലേ? തെന്മല എക്കോ ടൂറിസത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിനാണ് എൻട്രി. എന്തുവഴി ആൻറ്റിമാരൊക്കെ വരുന്നുണ്ട്. നമ്മൾ കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം.
അടുത്ത ലക്ഷ്യം കുറച്ച് റീൽസ് എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തെന്മലയിൽ ചെന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ മുകളിൽ ഡാമൊന്നും കാണാൻ പോയില്ല. ഞങ്ങളെല്ലാവരും തന്നെ തെന്മലയിലൊക്കെ ഇതിന് മുന്നേ പോയിട്ടുള്ള, മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്കെല്ലാം, നമ്മുടെ മുതിർന്ന ആളുകൾക്കെല്ലാം അടുത്ത അമ്പലത്തിലോട്ട്, ആര്യങ്കാവ് അമ്പലത്തിലോട്ട് പോകാം എന്നുള്ള മൂഡിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തതിന് ശേഷം അവരെ ക്ഷമ പരീക്ഷിക്കേണ്ടെന്ന് കരുതി തിരിച്ച് ഞങ്ങൾ വണ്ടി കേട്ടോ. അന്ന് പിള്ളേരില്ലായിരുന്നല്ലേ? അതെന്നെ എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് വേണ്ടി ജസ്റ്റ് ഡാം തുറന്നായിരുന്നല്ലേ? Time is getting me out of the smokes and the fumes and the heat. With your sharing to the bar up and new. You was meeting with the lawyer and the judge is all come on. Okay. നമ്മൾ ആര്യങ്കാവ് ക്ഷേത്രത്തിലെത്തി കേട്ടോ. നമ്മൾ തെന്മല കഴിഞ്ഞിട്ട് പിന്നെ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ നിന്ന് കയറി. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്കെല്ലാം അമ്പലത്തിൽ പോകാനായിരുന്നു കൂടുതൽ താല്പര്യം. അവർക്ക് തെന്മല ഡാമിനകത്തൊന്നും അത്ര വൈബില്ല. നമ്മൾ മാത്രം, പിള്ളേർക്ക് മാത്രം ഇഷ്ടം. ബാക്കി എല്ലാവർക്കും അമ്പലം പോയാൽ മതി. വാസു ബാ. മീനുണ്ട്. ബഹളൊക്കെ അതെ ദേഹം തോർത്തു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരുമലൈ കോവിൽ എത്തിയിട്ടുണ്ട്. ഇവിടാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇവിടെ ഭയങ്കര കാറ്റാണ്. ഹൈ ലിജ, കൈ കാണിച്ചേ. മിനിച്ച് യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാറ്. ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടോ? ചോദിച്ചു പഠിപ്പിക്കണല്ലേ? യാ, അല്ലെ കാരോട്ട് വന്നിട്ടുണ്ടോ? ആൻറ്റി വന്നിട്ടുണ്ടല്ലോ. അന്ന് കാരക്കണ്ടത് ഇല്ല, ആന്റി അന്ന് ഓണത്തിന് വന്നില്ല. മാമ എന്തോ കാര്യം കൊണ്ട് ഞാൻ. കുഞ്ഞമ്മ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടില്ല. നല്ല രസമുണ്ട്. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഓ, എല്ലാം കൂടെ ചേർത്തെടുക്കുമ്പോഴല്ലേ ഭംഗി. താഴെ വീടൊക്കെ ഉണ്ട് കണ്ടോ? 1-2 വീടേ ഉള്ളു. അവിടെ കൊണ്ട് കുഞ്ഞമ്മ അവിടെ നോക്കിയേ. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ആര്യതലിമ ചാനലാണുള്ളത്. നല്ല ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാ. ഇപ്പൊ നമ്മൾ തിരുമല ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ച് നമ്മൾ വണ്ടി താഴെ പറയും. നമ്മൾ വന്ന വണ്ടി അതാണ്. ഈ വണ്ടിക്കകത്താണ് നമ്മൾ വന്നത്. ഇത് ഭയങ്കര കാറ്റാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല തണുപ്പും. ശരിക്കും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ തിരുമല ടെമ്പിളായിരുന്നു. പിന്നെ രാവിലെ
വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോകേണ്ടി വരുമല്ലോ വെയിലാവുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഉച്ച വരെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പതിയെ ഉച്ച കഴിയുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എത്ര സന്ധ്യയ്ക്ക് പിന്നെ പ്രശ്നമല്ലോ, എത്ര നേരം വേണമെങ്കിലും ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാമല്ലോ. അത്രയ്ക്ക് നല്ല അടിപൊളി കാറ്റും ഒക്കെയാണ് ഇവിടെ. ഭയങ്കര നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതാണ് തിരുമല ടെമ്പിളിൻ്റെ വ്യൂ. ഇവിടെ ഒരു ആൽമരം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. എന്തൊരു ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ. ഭയങ്കര കാറ്റാണ്. ഈ കാറ്റത്ത് ഇങ്ങനെ ആലിൻ്റെ ഇലകൾ ഇങ്ങനെ അനങ്ങുമ്പോഴുണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിയാണ്. നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആംബിയൻസ് കിട്ടും. ആലെന്ന് പറയുന്നത് പോസിറ്റീവ് ആണല്ലോ. ടീ സ്റ്റോളൊക്കെ ഉണ്ട് കേട്ടോ. ടീ സ്റ്റോളും പിള്ളേർക്ക് അത്യാവശ്യം കളിപ്പാട്ടം കൂടെ കിട്ടും. മുകളിലാണ്, മലയുടെ മുകളിലാണുള്ളത്. നമുക്ക് ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാം. അമ്പലം തുറന്നിട്ടില്ല. അമ്പലം തുറക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ എത്തി. നട തുറന്ന് കുറച്ച് നേരം തൊഴുതിട്ട് നമുക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം. അപ്പം പിടിക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ടോ? കണ്ടോ, അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതുവഴി വന്നതല്ലേ. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് നേർച്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും നേർച്ചയൊന്നുമല്ല, സ്റ്റെപ്പ് കയറി വന്ന് തൊഴുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഈ സ്റ്റെപ്പ് ഒത്തിരി സ്റ്റെപ്പുണ്ട്. ഒരു മലയുടെ മുകളിലോട്ടാണത്. സ്റ്റെപ്പ് കയറി വന്ന് ഇവിടെ തൊഴാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. കണ്ടോ, ഇവിടെ നമുക്ക് നോക്കിയാലേ, നമ്മുടെ ദൂരോട്ട് നോക്കിയാൽ കാറ്റാടി പാടം, മറ്റേ കാറ്റാടി മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ പറ്റും കേട്ടോ. ഞാൻ സൂം ചെയ്ത് നോക്കാം, കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കാറ്റാടി മരങ്ങളും ഒക്കെ കാണാൻ പറ്റും നമുക്ക്. ഇതാണ് അതിൻ്റെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന വഴി കേട്ടോ. പണ്ട് വന്നപ്പോൾ ഇവിടെ വന്ന് ആനയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ആ ഒരു ഓർമ്മ വെച്ചാണ് ഞാൻ വന്ന് നോക്കിയത്. അപ്പം കറക്റ്റായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയായിരുന്നു. കനി തള്ളിയിടരുതേ. ഇവിടെ മൊത്തം മലയുടെ നടുക്കാണല്ലേ അമ്പലം. ഒരുപാട് മലകളുടെ നടുക്ക് ഉള്ള ഒരു മലയിലുള്ള അമ്പലം. പൊക്കോള ഡാം. അത് ഡാം ഇതോണ്ട് ഡാം കണ്ടില്ലേ നീ? കാണിച്ചു ചേച്ചി. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ വന്ന് നോക്കിയത്. ഫ്രണ്ടിൽ പോകുന്നു. ഈ അമ്പലത്തിന് ചുറ്റുമാണ് ഈ നമ്മൾ അമ്പലം ചുറ്റും കണ്ടോണ്ടിരിക്കുക കേട്ടോ. നീ വാ പിന്നെ. ഇവിടുത്തെ വഴിയൊക്കെ ഞാൻ അറിയാം ഇവിടുത്തെ വഴി. ഞാൻ വന്നിട്ടുണ്ട് ഇടയ്ക്കും കൂടെ. ഈ ഇടയ്ക്ക് വന്നാ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടോ വന്നോ? വന്ന് കൊച്ചെല്ലാം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. 3 കൊല്ലം വന്നിട്ടുണ്ട്. എനക്ക് എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട് മലയുടെ മണ്ടയ്ക്ക്. അത് വലിയ സഹായം. കാറ്റാടി ചുറ്റുമുണ്ടല്ലോ. ഇതെങ്ങനെയാണ് കാറ്റാടി വർക്കാവണമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ബുദ്ധിപരമായ നീക്കം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു. അപ്പോൾ
Thank you for watching my video. Please do like, share and subscribe. Bye.